നമ്മളൊരു പല പ്രവർത്തികളും ചെയ്ത് പരാജയപ്പെടുമ്പോൾ ഈ പരാജയപ്പെട്ട വേദന രജിസ്റ്റർ ചെയ്യുന്ന രണ്ടാമതൊരു തലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിജയിച്ചതിൻ്റെ സുഖം, നമ്മൾ വിജയിച്ചത് ശരിക്കും ആഹ്ലാദിച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഫീലിങ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ ഏരിയയാണ് സ്മൃതിതലം എന്ന് പറയുന്നത്. ഇന്നലെ വരെ ഉള്ള നമ്മുടെ പഴയ എല്ലാ ഓർമ്മകളും ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയയാണ് സ്മൃതിതലം. ഉപബോധ മനസ്സിൻ്റെ തന്നെ രണ്ടാമത്തെ തലമാണ് സ്മൃതിതലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മൃതിതലത്തിനകത്ത് നമ്മൾ എങ്ങനെയാണോ കഴിഞ്ഞ കാല അനുഭവങ്ങൾ, നമ്മുടെ പ്രവർത്തികൾ എല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ആ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മുടെ ശരീര നിയന്ത്രണ തലം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പരാജയവും നമ്മളെ കൊണ്ട് ഒരിക്കൽ ട്രൈ ചെയ്ത് നമ്മൾ ശ്രമിച്ചു നോക്കി, അത് നടന്നില്ല, ആ നടക്കാതിരുന്നപ്പോൾ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് നമ്മളെ കളിയാക്കുകയോ മറ്റുള്ളവർ കളിയാക്കുമെന്നുള്ള ധാരണയും നമ്മുടെ കുട്ടിക്കാലത്ത് കുറേ അനുഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഫോളോ അപ്പ് ചെയ്യും, കൃത്യമായിട്ട് പറയും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഫീലിങ്സ് ഈ ഉപബോധ മനസ്സിൻ്റെ തന്നെ രണ്ടാമത്തെ തലമായിട്ടുള്ള സ്മൃതി തലത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരുന്ന ആൾ നമ്മളുടെ ശരീര നിയന്ത്രണ തലവും പിന്നെ കൃത്യമായ ഒരു ബാലൻസിങ്ങിലേക്ക് പോകത്തില്ല. അപ്പോൾ പക്ഷേ നമുക്ക് ആത്മവിശ്വാസമുണ്ട്. നമുക്കൊരു കാര്യം എപ്പോഴോ ചെയ്ത്, ഒരു ഉദാഹരണം, ഒരു 10 കല്ലെടുത്ത് ഒരു മാങ്ങ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു മാങ്ങയാണ് വീണത്. ഒരു കല്ല് കൊണ്ടൊരു മാങ്ങ വീണു, പക്ഷേ 10 കല്ല് മിസ്സായി പോയല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിലവിൽ നമുക്ക് പിന്നെ മാങ്ങ എറിഞ്ഞിടാനുള്ള ആ ഉന്നം, നമ്മുടെ ഒരു മാങ്ങയും നമ്മളുടെ കൈയും നമ്മുടെ കയ്യിലിരിക്കുന്ന ആ കല്ലും ചെന്ന് തറയ്ക്കുന്ന, അതിൽ ചെന്ന് കൊള്ളുന്ന ആ ശരീര നിയന്ത്രണ തലം അത് കൃത്യമായിട്ട് എത്തത്തില്ല. നമ്മളുടെ ഉന്നം പിഴച്ചു തുടങ്ങും. അതേസമയം ആ 9 കല്ലും പരാജയപ്പെട്ടു പോയല്ലോ, 9 കല്ലും മിസ്സായിപ്പോയതല്ല, ആ ഒരു കല്ല് കൊണ്ട് വീണ് അതിൽ നമ്മൾ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണമെങ്കിൽ പിന്നീട് നമുക്ക് കൂടുതൽ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ ശരീര നിയന്ത്രണ തലം അത് വർക്ക് ചെയ്യും. അപ്പോൾ സ്മൃതി തലത്തിൽ എങ്ങനെയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ശരീര നിയന്ത്രണ തലവും വർക്ക് ചെയ്യുക. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ കാര്യവും ആയാലും അങ്ങനെ തന്നെയാണ്. ഉദാഹരണം, നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ പാർട്സുകൾ പ്രവർത്തിക്കാതിരിക്കുന്നത് നമ്മുടെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദുഃഖം, അങ്ങനെ നിരവധി മാനസിക സംഘർഷങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ, ശരീരത്തിൻ്റെ ബ്ലഡ് ഉൽപ്പാദനത്തെയും ഹാർട്ട് ബീറ്റിനെയും എല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്മൃതിതലത്തിൽ എന്താണോ കിടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ശരീര നിയന്ത്രണ തലം വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ നിലവിൽ ഈ സ്മൃതിതലത്തിൽ കാലങ്ങളായിട്ട് കിടക്കുന്ന നമ്മളുടെ നമുക്ക് ഒരിക്കലും ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത പലതരത്തിലുള്ള ബ്ലോക്കുകളുണ്ട്. അപ്പോൾ ആ ബ്ലോക്കുകൾ നമ്മൾ ഇതിനകത്ത് മാറ്റാനുള്ള പ്രാക്ടീസുകൾ നമുക്ക് ചെയ്യുന്നുണ്ട്.